സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ട് എന്തുകൊണ്ട് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമുക്കറിയാം കലാമണ്ഡലം സത്യഭാമ. നമ്മൾ പലപ്പോഴായിട്ട് പുള്ളിക്കാരിയെ പറ്റി ചർച്ച ചെയ്തതാണ്, നിങ്ങളെല്ലാവരും വീഡിയോസ് കണ്ടിട്ടുള്ളതാണ്. എന്താണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്? അതായത് RLV രാമകൃഷ്ണൻ എന്ന് പറയുന്ന കലാഭവൻ മണിയുടെ അനുജനായിട്ടുള്ള അല്ലെങ്കിൽ സഹോദരനായിട്ടുള്ള ഒരു വ്യക്തിയെ പറ്റി ആണുങ്ങൾക്ക് അല്ലെങ്കിൽ ഇരുണ്ട നിറമുള്ളവർക്ക് കളിക്കാനുള്ളതല്ല, അല്ലെങ്കിൽ അവർക്ക് ഉപയോഗിക്കാനുള്ളതല്ല, അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനുള്ളതല്ല ഈ ഭരതനാട്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിറത്തിന്റെ പേരിൽ കളിയാക്കിയ ഒരു സ്ത്രീയെ പറ്റി നമ്മൾ പറഞ്ഞാണ്. ആ സ്ത്രീ തന്നെയാണല്ലോ സത്യഭാമ. പിന്നെ വേടന്റെ വിഷയം വന്നപ്പോൾ കറുത്ത കാക്കയല്ലേ എന്ന് വേടനെ വിളിച്ച് അധിക്ഷേപിച്ച ഒരു സ്ത്രീ കൂടിയാണ് സത്യഭാമ. അമ്മച്ചി അടുക്കളയിലെ ചാരോ വേണ്ടൊക്കെ വാരി മുഖത്തിട്ടുകൊണ്ട് മുഖമൊക്കെ അങ്ങ് വെളുപ്പിച്ച് വെച്ചുകൊണ്ട് ഈ സൈഡിലൊക്കെ നോക്കി അറിയാൻ പറ്റും, നമ്മുടെ ഈ തൊഴിലുറപ്പുകാർ കുഴിയെടുക്കാറുണ്ട് ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഈ മഴവെള്ളം വന്ന് വീഴാൻ വേണ്ടിയിട്ട്, ഭൂമിക്ക് വെള്ളം കിട്ടാൻ വേണ്ടി എന്ന് പറയുന്നത് പോലെ അവിടെ ഇവിടെയും എല്ലാം ചുക്കി ചുളിഞ്ഞ് നാളെ ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ ഈ കുഴിയിലേക്ക് പോകാനായിട്ട് കാലും നീട്ടിയിരിക്കുന്ന ഒരു സ്ത്രീയാണ്. മണ്ണടിശാലയിൽ മൺകല കച്ചവടം വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടിരിക്കുന്ന, അല്ലെ മൺകല കച്ചവടത്തിന് വേണ്ടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലിരിക്കുന്ന ഒരു സ്ത്രീ. അവരാണ് വന്നിട്ട് പറയുന്നത് നിറത്തിന്റെ പേരിൽ മനുഷ്യനെ ഈ പറയുന്ന വേർതിരിച്ച് കാണുന്നത്, അല്ലെ വേർതിരിച്ച് പറയുന്നത് അവരാണ്. അപ്പോൾ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും നിറത്തിന്റെ പേരിലും എല്ലാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആരും ഒന്നും പറയുന്നില്ല. എല്ലാവരും ഒരുപോലെയാണെന്ന് പലരും പറയാൻ ശ്രമിക്കുമ്പോഴും ഇവരെ പോലെയുള്ള ഈ ഉന്നത വിദ്യാഭ്യാസമുള്ള വലിയ എന്തോ മറ്റേതാണെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളെ കാണുമ്പോൾ ഇതിപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതിന്റെ പ്രതീകങ്ങളാണ് ഇവരൊക്കെ. ജീവിച്ചിരിക്കുന്ന ജാതീയതയുടെയും വർഗീയതയുടെയും വർണ്ണവിവേചനങ്ങളുടെയും ഒക്കെ അങ്ങ് കുത്തക അവകാശം ഏറ്റെടുത്തിരിക്കുന്ന, അല്ലെ അട്ടിപ്പേറിയിരിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. ഇവരുടെ വിചാരം ഇവർ വലിയ സംഭവമാണെന്നും സുന്ദരിയാണെന്നും ഒക്കെയാണ്. അതേ പെണ്ണുമ്പിള്ള, നിങ്ങളൊക്കെ തീരാറായി. ഒരു കാറ്റടിച്ച് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ ഈ ആയുസ് എന്ന് പറയുന്നൊരു സാധനം. അങ്ങനെയുള്ള നിങ്ങളാണ് വേടനടക്കമുള്ള, അല്ലെങ്കിൽ RLV രാമകൃഷ്ണ അടക്കമുള്ള നമ്മുടെ ഈ സമൂഹത്തിൽ എല്ലാവരും ഉന്നതരായിട്ട് കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവരും വലിയൊരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഒരു മൂല്യം കൊടുക്കുന്ന ആളുകളെ പറ്റി കുറ്റം പറയുന്നത്. എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത്? കലാമണ്ഡലത്തിൽ പോയി ജസ്റ്റ് ഒരു പഠിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ കലാമണ്ഡലം സത്യഭാമ എന്ന് പേരെഴുതി വെക്കുന്നതാണോ നിങ്ങൾ ഈ പറയുന്ന വലിയൊരു ധൈര്യം, അല്ലെങ്കിൽ വലിയൊരു നിങ്ങളുടെ ഈ ലോജിക്ക് എന്ന് പറയുന്ന ഒരു കാര്യം? കലാമണ്ഡലം തന്നെ പറയുകയുണ്ടായി കലാമണ്ഡലത്തിന്റെ പേര് അനർഥമാക്കാനായിട്ട് ആ പേര് ഉപയോഗിക്കരുതെന്ന്. എന്നിട്ടും ആ പേര് അമ്മച്ചി പേരിനൊപ്പം അങ്ങ് ഇട്ടിരിക്കുകയാണ്, കലാമണ്ഡലം സത്യഭാമ. ഞാൻ കലാമണ്ഡലമാണ്, ഞാൻ കലാമണ്ഡല തിലകമാണ്, ഞാൻ വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലൈവിൽ വന്നിരുന്ന് മെഴുകുകയാണ്. എന്തിനാണ്? റീച്ചിന് വേണ്ടിയിട്ടാണ്, അല്ല വേറൊന്നുമല്ല. റീച്ച് വേണം അമ്മച്ചിക്ക്. കുഴിയിലേക്ക് എടുക്കാറായി, എന്നാലും റീച്ച് വേണം. ഇലേ വെക്കും 2 ദിവസം കഴിഞ്ഞാൽ. ആ അവസ്ഥയാണെങ്കിൽ റീച്ച് വേണം. ഇപ്പൊ അമ്മച്ചി വന്നിട്ട് പറയുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം സ്നേഹ എന്ന് പറയുന്ന ഒരു അഭിനേത്രിയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് മറിമായം അങ്ങനെയൊക്കെയുള്ള പരിപാടികളിലൊക്കെ വലിയ ശ്രദ്ധേയമായിട്ടുള്ള വേഷങ്ങൾ പങ്കുവച്ചിട്ടുള്ള ഒരാളാണ് സ്നേഹ എന്ന് പറയുന്ന ഒരാൾ. നമ്മൾ ആങ്കറിങ്ങിലും മറ്റ് പല മേഖലകളിലും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മുടെ സത്യഭാമ അമ്മച്ചി ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അവരെ കളിയാക്കിക്കൊണ്ടാണ് സത്യഭാമ രംഗത്ത് വന്നിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്നേഹയെ കാണാനായിട്ട് പിണ്ടോദരി ഉരുണ്ട് പരന്നിരിക്കുന്ന ഒരുത്തി, കഞ്ഞി കുടിക്കാനല്ലേ നീ അഭിനയിക്കാൻ പോയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്നേഹ എന്ന് പറയുന്ന ആ ഒരു അഭിനേത്രിയെ ഇവർ കളിയാക്കിയിരിക്കുന്നത്. എന്തിന്റെ പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RLV രാമകൃഷ്ണനെ ഇവർ കളിയാക്കിയതിനെ പറ്റിയൊക്കെ പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട്, സ്നേഹ എന്ന് പറയുന്ന ഒരാൾ. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു വിരോധമോ അല്ലെ വിദ്വേഷമോ ഒക്കെ ആയിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ പറയാനായിട്ട് ഇവർ കാരണമുണ്ടായത്. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും വ്യക്തിഹത്യ എന്ന് പറയുന്നൊരു സാധനം അത് ചെയ്യുന്നത് വലിയ തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്, അല്ലേ? ഒരാളെ നമ്മൾ കളിയാക്കാനോ അവരുടെ ശരീരത്തെ പറ്റി കളിയാക്കാനോ ആർക്കും ഒരു അവകാശമില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ സത്യഭാമ വന്നിട്ട് പറയുകയാണ്, ആണുങ്ങളുടെ എല്ലാം മെക്കെട്ട് കയറി കഴിഞ്ഞിട്ട് ഇനി പെണ്ണുങ്ങളുടെ മെക്കെട്ടേ കയറാൻ വേണ്ടി പോയിരിക്കുകയാണ്. അവർ പറയുന്നതാണ് പിണ്ടോദരി ഉരുണ്ട് പരന്നിരിക്കുന്ന ഒരുത്തി. പറയുന്ന ആളുടെ മുഖം നിങ്ങൾ നോക്കണേ. മുഖം ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം, നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. ഇങ്ങനെ എന്താ പറയുക, എന്തൊരു ദൈവീകമായിട്ടുള്ളൊരു മുഖമാണ്, ദൈവീക ചൈതന്യമാണ് ഇവരുടെ മുഖത്തോട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ തലയുടെ പുറകിലൊക്കെ ഒരു പ്രഭാവലയം നിങ്ങൾ കണ്ടില്ലേ? അതൊക്കെ ദൈവികതയുടെ ഒരു ഉദാഹരണമാണ്, വേറൊന്നുമല്ല. ദൈവം നമ്മുടെ മുൻപിലേക്ക് വന്നിരിക്കുകയാണ്, സത്യഭാമ ദൈവം. ദൈവമേ, അങ്ങയെ ഞങ്ങൾ കൂപ്പിടുന്നു, അല്ലെ എൻ്റെ കൂപ്പുകയെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. കോപ്പ് സമർപ്പിക്കുക, എഴുന്നേറ്റ് പോവെണ്ണും പിള്ളേ. നാണം ഉണ്ടോ നിങ്ങൾക്ക്? പേരക്കുട്ടികളെയും കളിപ്പിച്ച് വീട്ടിലിരിക്കേണ്ട സമയത്ത് ഇങ്ങനത്തെ അധിക്ഷേപ വർത്തമാനവുമായിട്ട് വന്നിട്ട് അതിൽ കൂടി റീച്ച് ഉണ്ടാക്കി, അതിൽ കൂടി കാശ് ഉണ്ടാക്കി, കുറച്ച് പബ്ലിസിറ്റി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന പരിപാടിയുമായിട്ട് വന്നിരിക്കുകയാണ് പെണ്ണുമ്പിള്ള. നാണമില്ലാത്ത സാധനം. ഇവര് മറ്റ് പല ആളുകളെയും കളിയാക്കിയിട്ടുണ്ട്, നമ്മളതെല്ലാം ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ ആ ഒരു വിഷയങ്ങളിൽ സ്നേഹ എന്ന് പറയുന്ന ആ ഒരു അവതാരിക, അല്ലെങ്കിൽ ആ ഒരു അഭിനേത്രി
പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ക്ലാസ്സുകളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളെ പറഞ്ഞാൽ മതി, അവരുടെ ക്ലാസ്സുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സ്കൂളുകളിലേക്ക് വിടുന്ന മാതാപിതാക്കളെ പറഞ്ഞാൽ മതി, ഇങ്ങനെ ഒരിക്കലും കുട്ടികളെ വിടരുത്, അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ കുട്ടികൾ നാശമായി പോകുമെന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മുടെ ഈ സ്നേഹ എന്ന് പറയുന്ന ആ ഒരു ആങ്കർ അല്ലെങ്കിൽ ഒരു ആക്ടർ പറഞ്ഞത്. അപ്പോൾ അതിനുശേഷമാണ് ഇവർ വീണ്ടും ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. നല്ല പിതാവിനുണ്ടായ ഒരാളും എന്നെ മോശം പറയില്ല, ആളും തരവും നോക്കി കളിക്കണം. സ്നേഹയ്ക്കെതിരെ വീണ്ടും അധിക്ഷേപവുമായി സത്യഭാമ. നമുക്ക് എന്തായാലും ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എന്താണ് സത്യഭാമ പറഞ്ഞതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ നടിക്കെതിരെ വ്യക്തിപരമായ അധിക്ഷേപവും ബോഡി ഷേമിങ്ങും ഉൾപ്പെടെ നടത്തി എന്നുള്ളതാണ് അവർ ചെയ്തിരിക്കുന്ന ഒരു കാര്യം. അതിനെതിരെ കേസൊന്നും ആയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരെന്താണ് അതിൽ പറയുന്നത്? YES27 എന്ന് പറയുന്ന ഒരു ചാനലിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിരിക്കുന്ന ഒരു വീഡിയോ ആണ്, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതിനുശേഷം നമുക്ക് സ്നേഹയ്ക്ക് എന്താണ് പറയാനുള്ളത് കേട്ടു നോക്കാം. കലാമണ്ഡലത്തിൽ ഓട്ടംതുള്ളിൽ പഠിച്ച ഒരുത്തി, ഇവള് ഓട്ടംതുള്ളലാണ്, എന്തൊരു തുള്ളലാ പഠിച്ചതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പിന്നീടാണ് അതറിഞ്ഞത്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാം. മറിമായ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബിൽ ഒരു സാധനമൊക്കെ പോകുന്നുണ്ടല്ലോ, അതെല്ലാവരും കാണുന്ന സാമാന്യം തെറ്റില്ലാത്ത ഒരു പ്രോഗ്രാംസൊക്കെ നടന്ന നല്ല ആർട്ടിസ്റ്റുകൾ അതിനകത്ത് നിൽക്കുന്നത്. അതായത് മണികണ്ഠൻ അസാധ്യ കലാകാരനാണ്, നിയാസ് അസാധ്യ, അബൂബക്കറുടെ മകൻ നിയാസ് അസാധ്യ കലാകാരനാണ്. പിന്നെ ഉണ്ണി എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ്. നല്ല മർമ്മ സംസാരിക്കുന്ന ഭയങ്കര ആർട്ടിസ്റ്റാണ്. പിന്നെ അതിൽ 3-4-5 പേരുണ്ട്, എല്ലാവരുടെ പേരും എനിക്ക് അറിഞ്ഞൂടാ. അതിനകത്താണ് ഞാൻ പറയുന്ന ഈ കക്ഷി അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിച്ച് എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട ഒരുത്തി. അവളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഊത്ത കവളും ആകപ്പാടെ ഉരുണ്ടു പുരണ്ടിരിക്കുന്ന ഒരുത്തി. ഇവള് വന്നിട്ട് എന്നെ പറഞ്ഞെന്താ അറിയോ? അതായത് ഈ സ്ത്രീ, ഞാൻ പുരുഷനാന്ന് പറഞ്ഞിട്ടുണ്ട് അടി അതിന്, നീ എന്നെ സ്ത്രീ എന്ന് പറയാനായിട്ട്. ഇതെല്ലാം എൻ്റെ ഫോണിലുണ്ട് കേട്ടാ. നീ പറഞ്ഞതെല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനാണല്ലോ എനിക്ക് ഈ അവസരം വരുന്നുള്ള നീ വിചാരിച്ചില്ല അല്ലേ? വിചാരിച്ചാ? നീ ഇത് കേൾക്കണം. അതിന് തന്നെയാണ് ഞാൻ പറയണത്. ഈ സ്ത്രീ എനിക്ക് കേസുള്ള എൻ്റെ എതിർ കക്ഷിയുടെ കൂടെ ഒന്ന് കളിക്കാവാ. എന്തു പറ്റി കളിക്കാൻ പാടില്ലാത്ത? നിനക്ക് ഡാൻസിന് ഇന്റർവ്യൂവിന് ചെന്നിട്ട് കിട്ടാണ്ടല്ലേ നീ ഓട്ടം തുള്ളലെടുത്തേ? എന്നിട്ട് നീ എന്തെന്ന് തുള്ളിക്കൊണ്ട് നടക്കണം? ഇപ്പോ നീ ഓട്ടം തുള്ളലാണോ തുള്ളുന്നേ? എൻ്റെ പൊന്നെ, ഇവരുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? ഇതിൽ ഒരുപാട് കമൻറ്റുകളാണ് ആ വീഡിയോയുടെ താഴെ വന്നിരിക്കുന്നത്. അതിലൊരു 20,000 ലൈക്കുകളുള്ള ഒരു നല്ലൊരു കമൻറ്റ്, ഒരു ചെറിയ സെൻറ്റൻസേ ഉള്ളൂ, എന്നാൽ അതിൽ ഒരുപാട് ചിന്തിക്കാനുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു പ്രായം കഴിഞ്ഞാൽ ആളുകൾ മരിക്കണം. ഒരു ചെറിയ സ്മൈലി കൂടെ കൊടുത്തിട്ടുണ്ട്. വളരെ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു പരിധിയിൽ കൂടുതൽ ജീവിക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വർഗീയ വിഷം തുപ്പുന്ന, ജാതീയത തുപ്പുന്ന, വർണ്ണം തുപ്പുന്ന, വർണ്ണ വിവേചനങ്ങൾ തുപ്പുന്ന അങ്ങനത്തെ നാവുകൾ ഇവരിലേക്ക് ഉടലെടുക്കും. അങ്ങനെ ഉണ്ടായിക്കഴിയുമ്പോൾ അതൊരു ക്യാൻസറായിട്ട് മാറും. എന്താണ് ക്യാൻസർ ചെയ്യുന്നത്? നമ്മുടെ ഒരു സെല്ലിലേക്ക് കയറി പിടിച്ചിട്ട് ആ സെല്ലിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും നശിപ്പിക്കുന്ന, കാർന്നു തിന്നുന്ന ഒരു രോഗാവസ്ഥയാണ് ക്യാൻസർ. എന്ന് പറയുന്നത് പോലെ ഒരു രോഗാവസ്ഥയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സത്യഭാമ ഒരു സൈഡിൽ ഇരുന്നുകൊണ്ട് എല്ലാവരുടെയും എല്ലാ സെല്ലുകളും, അതായത് കേരളത്തിലുള്ള എല്ലാ ജനങ്ങളുടെയും മനസ്സുകളെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ അംഗീകരിച്ചുകൊണ്ട് കുറേ അധികം ആളുകൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് വീഡിയോ ഇടുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കമൻ്റ് ഇടുന്നുണ്ട്. എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഈ കമൻ്റ് ഇടുന്നത്? ഒരു നാണമില്ലാത്ത, ലേശം ഉളുപ്പില്ലാത്ത, വൃത്തികെട്ട വായ തുറന്ന വൃത്തികെട്ട സംസാരം, അല്ലെ വൃത്തികെട്ട കാര്യങ്ങൾ മാത്രം പറയുന്നൊരു സ്ത്രീയെ അംഗീകരിക്കുകയും അവരെ പറ്റി ഇങ്ങനെ പുകഴ്ത്തുകയും ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്? നാണമില്ലാത്തൊരു സാധനം എന്നേ ഇതിനെ പറയാൻ പറ്റും. സ്ത്രീ എന്ന് പോലും വിളിക്കാൻ പറ്റില്ല. ഇതിൽ വേറെ കമൻറ്റുകളിലൊക്കെ വന്നിരിക്കുന്നത് മാമിക്ക് സീരിയലിൽ അഭിനയിച്ചുകൂടെ, അതാകുമ്പോൾ ഞാൻ കാണാറില്ല, ഇവരുടെ മരുമക്കളുടെ കാര്യം ഓർത്താണ് എനിക്ക് വിഷമം. എന്നാതല്ല ചാവുന്നത്, പെട്ടെന്ന് ചാകാൻ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, നടക്കട്ടെ വേഗം. മാനസിക രോഗം വല്ലാത്തൊരു അവസ്ഥയാണ്. കൃത്യമായ സമയത്ത് ചികിത്സ നൽകിയാലും ഇതുപോലുള്ള സ്ത്രീ രക്ഷപ്പെടില്ല. തള്ളയുടെ കവിളൊന്ന് നോക്കി, ആളൂർ വക്കീലില്ല കേട്ടോ ഇനി ജാമ്യം എടുക്കാൻ. ഈ അമ്മയുടെ മുഖത്ത് എന്നും പുച്ഛഭാവം മാത്രമാണല്ലോ. ഈ പരട്ട തള്ള മാത്രം എല്ലാം തികഞ്ഞവരാണോ? എന്തൊരു സ്ത്രീയാണോ ആവോ, ആരെയും എന്തും പറയുന്ന അവസ്ഥയായി. ഇവരെ പറ്റി ഈ സ്നേഹ ശ്രീകുമാർ എന്ന് പറയുന്ന നടി എന്തോ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പേരിലാണ് ഈ സ്നേഹയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രശ്നവുമായിട്ട് പുള്ളിക്കാരി രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അവരങ്ങനെ അധിക്ഷേപിച്ച് പറയുന്നത്, സ്നേഹ എന്ന് പറയുന്നതിൻ്റെ മുഖം ഇങ്ങനെ കവിളൊക്കെ ഇങ്ങനെ തുടുത്തി ചാടി, എന്താണ് അവൾ ഓട്ടം തുള്ളലാണോ എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയില്ല. അങ്ങനത്തെ ഒരു വൃത്തികെട്ട രീതിയിലുള്ള കാര്യങ്ങളാണ് സ്നേഹ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വൃത്തികെട്ട സ്ത്രീയാണ് സ്നേഹ. ഒരു പിണ്ടോദരി ആണെന്നാണ് ഈ മണ്ടോദരി പറയുന്നത്. പിണ്ടോദരി ആണെന്നാണ് മണ്ടോദരി പറയുന്നത്.
എന്താണ് ഞാൻ മണ്ടോദരി എന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ടത്തരങ്ങൾ മാത്രം വാ തുറന്നാൽ വിളമ്പുന്ന മണ്ടത്തരങ്ങളുടെ ഒരു സഹോദരി, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അതിന് വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവർക്ക് മറ്റുള്ളവരെ കളിയാക്കുന്നതിന് അവർക്ക് ഒരു കുഴപ്പമില്ല. അവരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ്. ഇതേ രീതിയിൽ തന്നെയാണ് വേടനെ പറഞ്ഞത്, ഇതേ രീതിയിൽ തന്നെയാണ് RLV രാമകൃഷ്ണനെ പറഞ്ഞത്. അപ്പോഴൊന്നും തള്ളയ്ക്ക് ഇത്രയും വേദനിച്ചില്ല. തള്ളയ്ക്കിടെ തിരിച്ചു കിട്ടിയപ്പോൾ നല്ല വേദനയുണ്ടായി. എന്ത് നാണമില്ലാത്ത, ഇതെല്ലാം RLV രാമകൃഷ്ണൻ അടക്കമുള്ളവർ കേസ് കൊടുത്തതാണ് ഇവർക്കെതിരെ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവർ അധിക്ഷേപിച്ചു, നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തിട്ട് പോലും ആ തള്ളയുടെ വായിൽ നിന്ന് ഇപ്പോഴും വീണുകൊണ്ടിരിക്കുന്ന ഇങ്ങനത്തെ വർത്തമാനങ്ങളാണ്. ഇതൊക്കെ ഇനി ഏത് കാലത്ത് അവസാനിക്കുമെന്നോ, ലോകം അവസാനിച്ച് ഈ സാധനങ്ങൾ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവം ദുഷ്ടനെ പന പോലെ വളർത്തും, പാവങ്ങളെ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ നേരത്തെ വിളിക്കും എന്ന് പറയുന്നത് വളരെ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം നമുക്ക് ഈ പൊട്ടിത്തെറിച്ചുകൊണ്ട് സ്നേഹ ശ്രീകുമാർ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ വന്നിട്ടുണ്ട്. അതും അവർ തന്നെയാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അതിന് എന്താണ് അതിൽ പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. അത് പറഞ്ഞ ആ സ്ത്രീ പറയുന്നു അവര് രാമകൃഷ്ണനെ അല്ല ഉദ്ദേശിച്ചെന്ന് പറയുന്നു. അവരിനി ആരെ ഉദ്ദേശിച്ചാലും അവരൊരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരിക്കലും ഒരു കലാകാരിക്ക് ചേർന്ന സംസ്കാരമല്ല അവര് അന്ന് ഒരു യൂട്യൂബ് ചാനലിന്റെ മുന്നിൽ ഇരുന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് ഒരു ടീച്ചർ എന്നൊന്നും എനിക്ക് അവരെ പറയാൻ തോന്നുന്നില്ല. അവർക്ക് കലാമണ്ഡലം എന്നുള്ള പേര് അവരുടെ പേരിനോടൊപ്പം ചേർക്കാൻ യോഗ്യതയില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ കണ്ടില്ല. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് RLV രാമകൃഷ്ണനെതിരെ ഇവരിങ്ങനെ ഈ ഒരു പരാമർശം നടത്തിയപ്പോൾ അന്ന് ഒരുപാട് ആളുകൾ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു, ഇവരുടെ ഈ ഒരു സംസാര രീതിയെ പറ്റി. അപ്പോൾ അതുപോലെ പുള്ളിക്കാരി പ്രതികരിച്ച വീഡിയോ ആണ് ഇവർ പിന്നീട് എടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴെങ്ങാണ്ടാണ് കാണാൻ ഇടയുണ്ടായത്. ഇപ്പോഴൊക്കെ ആയിരിക്കും ഫോൺ കിട്ടി തുടങ്ങിയത്, അല്ല എങ്ങനെ യൂസ് ചെയ്യുന്നത് പഠിച്ചു തുടങ്ങിയത്. അപ്പോഴാണ് ആ വീഡിയോ കാണുന്നത്. അങ്ങനെ കണ്ടു തുടങ്ങിയപ്പോൾ സ്നേഹ ശ്രീകുമാറിനോട് ദേഷ്യമായി. ആ ദേഷ്യത്തിൽ കൂടിയാണ് അവർക്കെതിരെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരാമർശമായിട്ട് വരാനായിട്ട് കാരണമുണ്ടായത്. സ്നേഹ പറഞ്ഞ കാര്യത്തിൽ എന്താണ് തെറ്റുള്ളത്? ഇവരെ പോലെ ഒരു സാധനത്തിന് കലാമണ്ഡലത്തിൽ തുടരാൻ എന്ത് അവകാശമാണുള്ളത്? കലാമണ്ഡലം തന്നെ പറഞ്ഞിരിക്കുകയാണ് ആ പേര് അനർഥമാക്കാനായിട്ട് ഉപയോഗിക്കരുതെന്ന്. എന്നിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കലാമണ്ഡലം കേസ് കൊടുക്കുന്ന എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള ഈ ജാതീയ ചിന്തകൾ മനസ്സിലുള്ള, വർണ്ണ ചിന്തകൾ മനസ്സിലുള്ള, മതവിവേചനങ്ങൾ അല്ലെ മതത്തിന്റെ പേരിൽ മറ്റുള്ളവരെ വിവേചിച്ച് കാണുന്ന, മറ്റുള്ളവരെ വേർതിരിച്ച് കാണുന്ന ഇങ്ങനത്തെയൊക്കെ വൃത്തികെട്ട ചിന്താഗതികളുള്ള സ്ത്രീകളെയൊക്കെ ഉണ്ടല്ലോ, സ്ത്രീകളെന്നല്ല ഇങ്ങനത്തെ വൃത്തികെട്ട ചിന്താഗതികളുള്ള ചെറ്റകളുണ്ടല്ലോ, ഇവരെയൊക്കെ നല്ല ചാട്ടവാറിനടിക്കണം, അല്ലെ ചാണകം മുക്കിയ ചൂലിനടിക്കണം. ഇവർക്കൊക്കെ അതാണ് വേണ്ടത്, ആ ട്രീറ്റ്മെൻറ്റാണ് വേണ്ടത്. അവരെ അങ്ങ് പുണ്യാഹം തളിച്ച് അവരെ അങ്ങ് രക്ഷപ്പെടുത്തി, അല്ലെ നല്ലൊരു മോചനം കൊടുത്ത് വിടണം. ഇങ്ങനത്തെയൊക്കെ ചിന്താഗതി ഇന്നത്തെ കാലഘട്ടത്തിലും വെച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ ഇവർ പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള അല്ല കേട്ടോ. ഇവർ പണ്ടെന്തോ ഉള്ളൊരു പുരാതന വസ്തുവാണ് ഇന്നും ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. വംശനാശം വന്നതിൽ ഏറ്റവും അവസാനത്തെ ഒരെണ്ണം. ഇതൂടെ കഴിഞ്ഞാൽ തീർന്നു, ഇനിയില്ല, ഇതൂടെ കഴിഞ്ഞ്, ഇതാണ് എൻഡ്. അപ്പോൾ ഒരു വഴിയുടെ അവസാനം എന്ന് പറയുന്നത് പോലെ ഈ ഒരു ടീമിൽ പെട്ടതിൻ്റെ എൻഡ് ഇതാണ്. ഇത് കഴിയുമ്പോൾ പിന്നെ പരിപാടിയും കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള വൃത്തികെട്ട ചിന്താഗതികളുള്ള ആളുകൾക്കെതിരെ എന്ത് ആക്ഷനാണ് നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥ എടുക്കാൻ പോകുന്നത്? അപ്പോൾ ഇവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൊണ്ട് കേസ് കൊടുക്കും. അപ്പോൾ അത് വലിയ കേസാവും. ഇനി ഇവർക്ക് ആരെയും എന്തും പറയാം. അവരുടെ വാ തുറന്നു കഴിഞ്ഞാൽ വൃത്തികേടുകൾ മാത്രമേ അവർ പറയുന്നുള്ളൂ. അത് അവർക്ക് കണ്ടിന്യൂയും ചെയ്യാം. അവർ ആരും ഒന്നും പറയാനും പോകുന്നില്ല, തടയാനും പോകുന്നില്ല. ഈ വൃത്തികെട്ട രീതികൾ മാറണം. ഇത് മാറിയില്ലെങ്കിൽ ഇതിനിയും കണ്ടിന്യൂ ചെയ്യും. ഇതിപ്പോൾ നടിയെ പറഞ്ഞു, നടി അതിന് വലിയ കാര്യമൊന്നും ആക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണ ഒരു വ്യക്തിയെ പറ്റി പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന വിഷമം എത്രത്തോളമായിരിക്കും. ഓരോരുത്തരുടെ ശരീരപ്രകൃതി എന്ന് പറയുന്ന ഓരോ രീതിയാണ്. നമുക്ക് ഇപ്പോൾ വെളുപ്പ് കിട്ടിയിരിക്കുന്നു, നിറം കറുത്തിരിക്കുന്നു, ഇതൊന്നും നമ്മുടെ കഴിവല്ല. ഞാൻ ഒരു വീഡിയോ കണ്ടതാണ്. ഇതൊന്നും നമ്മുടെ കഴിവല്ല, അതൊക്കെ ദൈവം തന്നിരിക്കുന്നതാണ്. ആ ദൈവം തന്നത് ദൈവത്തിന് എപ്പോൾ വേണമെങ്കിലും എടുക്കാം. നല്ലൊരു വെയിലടിച്ച് ടാനടിച്ച് പോകുന്നതേ ഉള്ളൂ ഈ വെളുപ്പ്. അല്ലെങ്കിൽ ഒരു എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് ടാറിൽ ഒരിഞ്ഞ് കഴിഞ്ഞാൽ അത് തീരും. അല്ലെ നമ്മൾ വെള്ളത്തിൽ വീണ് മരിച്ചു കഴിഞ്ഞാൽ, അല്ല എങ്ങനെയും മരിച്ചു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. ഈ നിറവും എല്ലാം നമ്മുടെ ശരീരത്തിലുള്ള എല്ലാം അതുകൊണ്ട് തീരുകയാണ്. അപ്പോൾ ഈ നിറം കിട്ടിയിരിക്കുന്നത്, സൗന്ദര്യം കിട്ടിയിരിക്കുന്നതിലും സ്വയം അഹങ്കരിക്കേണ്ട കാര്യമില്ല. അത് നമുക്ക് ദൈവം ദാനം തന്നിരിക്കുന്ന സാധനമാണ്. അത് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഈ വൃത്തികെട്ട പരിപാടികളോ അല്ലെങ്കിൽ വൃത്തികെട്ട പരാമർശമായിട്ട് വരില്ല. അത് മനസ്സിലാക്കാനുള്ള കഴിവുമില്ലാത്തതുമാണ് സത്യഭാമയുടെ ഒരു തോൽവി, അല്ല സത്യഭാമയുടെ ഈ ഒരു ഇങ്ങനത്തെ പരാമർശങ്ങൾക്ക് കാരണമെന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. കഷ്ടം തന്നെ തള്ളേ.